ഞാൻ ഡോക്ടർ ഹാനിഷ് ഹനീഫ, ENT കൺസൾട്ടന്റ്, തലശ്ശേരി മിഷൻ ഹോസ്പിറ്റൽ. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മൂക്കിന്റെ പാലം വളവിനെ കുറിച്ചാണ്. മൂക്കിന്റെ പാലം വളവിന്റെ ശാസ്ത്രീയ നാമം ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്നുള്ളതാണ്. മൂക്കിന്റെ പാലം വളവ് എങ്ങനെയാണ് അനുഭവപ്പെടുക എന്ന് വെച്ചാൽ, മൂക്കിന്റെ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കാറ്റ് പോകാതിരിക്കുക, അതേപോലെ മൂക്കിന്റെ ശ്വാസം ഒരു ഭാഗം തുറക്കുമ്പോൾ ഒരു ഭാഗം അടയുക, അതേ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഫ്ലക്ച്വേറ്റ് ചെയ്യുക, രാത്രിയാവുമ്പോൾ രണ്ടും അടയുക, വായി തുറന്നുറങ്ങേണ്ടി വരിക, ഇതൊക്കെ മൂക്കിന്റെ പാലം വളവിന്റെ ലക്ഷണമാണ്. അപ്പം മൂക്കടപ്പ് സ്ഥിരമായിട്ടൊരു ഭാഗം അടയുന്ന ആൾക്കാർ അവരൊരു ENT ഡോക്ടറെ കാണിച്ചാൽ അവർ മൂക്കിന്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയ കോയിൽ എൻഡോസ്കോപ്പ് മുഖേന നോക്കിക്കഴിഞ്ഞാൽ മൂക്കിന്റെ പാലം വളവ് എത്രത്തോളം ഉണ്ടെന്നും മൂക്കിൽ കൂടെ ശ്വാസം പോകാനുള്ള സൗകര്യമുണ്ടെന്നും നോക്കും. അപ്പോൾ സാധാരണഗതിയിൽ മൂക്കിന്റെ ഇരുവശങ്ങളിലുള്ള കോശത്തടിപ്പ് സ്പ്രേ കൊണ്ടും മരുന്നുകൾ കൊണ്ടും മാറ്റാവുന്നതാണ്. അപ്പോൾ അതേപോലെ മൂക്കിന്റെ പാലം വളവ് ചെറുതാണെങ്കിൽ മരുന്നുകൾ കൊണ്ട് ഇരുവശങ്ങളിലുള്ള കോശങ്ങളുടെ വലുപ്പം കുറയുമ്പോൾ മൂക്കിൽ കൂടെ ശ്വാസം പോകാനുള്ള സൗകര്യം ഉണ്ടാവും. എന്നാൽ മൂക്കിന്റെ പാലം വളവ് വലുതാണെങ്കിൽ ആ പാലം വളവ് ശസ്ത്രക്രിയ മുഖേന നേരെയാക്കുക എന്നുള്ളതാണ്. അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്. അത് ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ലാതെ രാവിലെ വന്ന് വൈകുന്നേരം പ്രൊസീജിയർ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോകുന്ന രൂപത്തിലാണ് ചെയ്തു വരുന്നത് തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ. പൊതുവെ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയാണ് ചെയ്തു വരുന്നത്. അതേപോലെ അത് കഴിഞ്ഞ ഒരു 3-4 ദിവസം വിശ്രമിച്ച് ഒരു 5th ഡേ തൊട്ട് റുട്ടീൻ നോർമൽ അവരുടെ ജോബിലേക്കും കുട്ടികളാണ് അവർക്ക് സ്കൂളിലേക്കും പോകാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.